പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതും ഏറ്റവും ഷോർട്ട് കട്ട് രീതിയിൽ തന്നെയാണ്. അപ്പോൾ NTPC എക്സാംസിനും ബാങ്ക് SSC എക്സാംസിനും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ ഓരോ ടൈപ്പ് ഫ്രം ബേസ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ഈ ഒരു വീഡിയോ ഹെൽപ്പ് ചെയ്യും. സോ എന്താണ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 100 എത്ര ഉണ്ടെന്ന് പറയുന്നതിനാണ്. 100ൽ പ്രസ്താവിക്കുന്നതിനെയാണ് ശതമാനം എന്ന് പറയുന്നത്, അല്ലേ? 100ന് എത്ര എന്ന് പറയുന്നതിനെയാണ്, ഔട്ട് ഓഫ് 100 100ന് എത്ര എന്ന് പറയുന്നതിനെയാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എക്സ് ആണ്, 100ന് എക്സ് ആണെന്നാണ് അർത്ഥം. 20% എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 100ന് 20 ആണെന്നാണ് അർത്ഥം. അപ്പോൾ പെർസെൻറ്റേജ് വാല്യൂവിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പൊ ഒരു 50% ഒരു പെർസെൻറ്റേജ് വാല്യൂ തന്നാൽ നമുക്ക് എങ്ങനെ എഴുതാൻ? 50/100, 50/100 എന്ന് എഴുതാം, അല്ലെ? 50% എന്ന് പറഞ്ഞാൽ 50/100 ആണ്. 50നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. ഇനി നമുക്ക് തിരിച്ചു ഒരു ഫ്രാക്ഷൻ തന്നാൽ അത് എത്ര പെർസെൻറ്റേജ് ആന്ന് പറയും? അതായത് 50ന് 10. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജാ? 50ന് 10 ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ ഫ്രാക്ഷൻ തന്നിരുന്ന നമുക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഇൻറ്റു 100 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 20% എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി തിരിച്ച് പെർസെൻറ്റേജ് തന്നിരുന്നാൽ ഡിവൈഡഡ് ബൈ 100 ചെയ്താൽ അതിനെ ഫ്രാക്ഷൻ ആക്കാനും പറ്റും. ഒരു ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് 20 ആപ്പിൾസ് ഇൻ എ ബോക്സ് ഓഫ് 200 ഫ്രൂട്ട്സ്? 200 ഫ്രൂട്ട്സിൽ 20 ആപ്പിൾ എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് എന്നാണ് ചോദ്യം. 200 ആപ്പിൾസിൽ 200 ഫ്രൂട്ട്സിൽ എത്ര ആപ്പിൾസ് ഉണ്ട്? 20 ആപ്പിൾസ് ഉണ്ട്. 200ന് 20 ഉണ്ട്. ഇൻറ്റു 100 ചെയ്താൽ എന്ത് കിട്ടും? പെർസെൻറ്റേജ് കിട്ടും. 2 0 ഇവിടെയും കട്ട് ചെയ്തു, 2 0 ഇവിടെയും കട്ട് ചെയ്തു. 2ഉം 20യും കൂടെ കട്ട് ചെയ്യുമ്പോൾ 10. സോ ആൻസർ 10%. മനസ്സിലായോ? ഒരു ഫ്രാക്ഷൻ ആക്കി കഴിഞ്ഞാൽ ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് അതിന്റെ പെർസെൻറ്റേജ് കിട്ടും. ഫ്രാക്ഷൻ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് അതിന്റെ പെർസെൻറ്റേജ് കിട്ടും. ഓക്കെ, 20% ഓഫ് 20 ഈസ് ഈക്വൽ ടു, ഒന്ന് കണ്ടുപിടിച്ച് നോക്കേ. നമ്മുടെ NTPCയുടെ തന്നെ സിംപ്ലിഫിക്കേഷൻ ടൈപ്പിനകത്ത് ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് ചോദിക്കും. പെർസെൻറ്റേജിന് സിംപ്ലിഫിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ 20% ഓഫ് 20 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 20% എന്ന് പറഞ്ഞാൽ 20/100 ആണ്. 20% എന്ന് പറഞ്ഞാൽ 20/100 ആണ്. 20% ഓഫ് 20 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 20. സോ എത്ര വരും? 2 0 താഴെയും 2 0 മുകളിലും കട്ടാകുമ്പോൾ 4 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് സിംപ്ലിഫിക്കേഷൻ പ്രോബ്ലംസ്. കൂടുതൽ സിംപ്ലിഫിക്കേഷൻ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. കുറച്ചുകൂടെ ബേസിക് ഐഡിയ പെർസെൻറ്റേജിനെ കുറിച്ച് നോക്കാം. There are 125 employees in an organization, out of which 40% got transferred to different places. How many such employees got transferred എന്നാണ് ചോദ്യം. 125 എംപ്ലോയീസ് ആയിരുന്നു ഒരു ഓർഗനൈസേഷനകത്ത്. 125 എംപ്ലോയീസ് ഉണ്ടായിരുന്നു. അതിൽ 40% ആൾക്കാർ എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ആയിപ്പോയി. അപ്പൊ 125ന്റെ 40% എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ട്രാൻസ്ഫർ ആയി പോയ എത്ര എംപ്ലോയീസ് ഉണ്ട്? അതായത് 125ന്റെ 40% ആണ് ട്രാൻസ്ഫർ ആയി പോയത്. 40% ഓഫ് 125 അല്ലെങ്കിൽ 125 ഇൻറ്റു 40/100. 125ന്റെ 40% എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 0 കട്ടായി, 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 വരും. 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 25 വരും. 2ഉം 4ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ 2 വരും. 25 ഇൻറ്റു 2 50. 50 പേരാണ് ട്രാൻസ്ഫർ ആയി പോയത്. 125ൽ 50 ആണ് 40% എന്ന് പറഞ്ഞാൽ. തിരിച്ചു പറഞ്ഞാൽ 125ൽ 50നെയാണ് നമ്മൾ 40% എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഫർ ആയി പോയവരുടെ എണ്ണം 50 ആണ്. ഇനി നമ്മൾ ഈ 40% ഒക്കെ നമുക്ക് 1/5, 2/5 ആ ഒരു റേഞ്ചിലോട്ടൊക്കെ നമുക്ക് 20% എന്ന് പറഞ്ഞാൽ 1/5 എന്ന് എഴുതാൻ പറ്റും. 40% എന്ന് പറഞ്ഞാൽ 2/5 എഴുതാൻ പറ്റും. അതൊക്കെ നമുക്ക് പഠിക്കണം. അതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്ത് പഠിക്കുക. എന്നിട്ട് ഷോർട്ട് ട്രിക്സിലോട്ട് വരാം. ഇൻ ആൻ എക്സാമിനേഷൻ 25% ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് ഔട്ട് ഓഫ് 400 സ്റ്റുഡൻസ്. 400 സ്റ്റുഡൻസിൽ 25% സ്റ്റുഡൻസ് ഫെയിലായി. അങ്ങനെയാണ് പാസ്സായവർ 25% ഫെയിലായെങ്കിൽ ബാക്കി 75% ആണല്ലോ പാസ്സായത്. 25% ഫെയിലായെങ്കിൽ 75% എന്താണ്? പാസ്സായവരാണ്. സോ ആ 400ന്റെ 75% ആണ് പാസ്സായത്. 400ന്റെ 75/100 ആണ് പാസ്സായത്.
100 ക്യാൻസൽ ചെയ്തു. 75 into 4 300. അപ്പോൾ 300 പേര് പാസ്സായി, 100 പേര് ഫെയിലായി. മനസ്സിലായോ? പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് കുറേ ടൈം എടുക്കുന്നു അല്ലേ? 75% ഒരു കട്ടിങ് ഒക്കെ വരുന്നുണ്ട്. ഡിവിഷൻ നമുക്ക് ടൈം കൺസ്യൂമിങ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം എങ്ങനെയാണ് ട്രിക്കി ആയിട്ട് നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെക്കണം. അതായത് പേഴ്സൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കാനും ഫ്രാക്ഷനെ തിരിച്ച് പേഴ്സൻറ്റേജ് ആക്കാനും ചെയ്ത് സമയം കളയാതെ കുറച്ചൊന്ന് ബൈ ഹാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം പേഴ്സൻറ്റേജ് ഫ്രാക്ഷൻസ് വാല്യൂസ് ഒന്ന് പഠിക്കാം. അത് പഠിച്ചതിന് ശേഷം നമുക്ക് പ്രോബ്ലംസ് ഒക്കെ പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. സോ അതൊന്ന് നോക്കാവേ. 1/2 എന്ന് പറഞ്ഞാൽ 50%, ഹാഫ് എന്ന് പറഞ്ഞാൽ 50% അല്ലേ? അതുപോലെ 1/3 എന്ന് പറഞ്ഞാൽ 33 1/3% ആണ്. 1/4 എന്ന് പറഞ്ഞാൽ 25% ആണ്. ഇങ്ങനെ ഇരുന്ന് കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് ട്രിക്കി ആയിട്ട് തന്നെ ഇത് ബൈ ഹാർട്ട് ചെയ്യാം. സോ നോക്കാം. 1 എന്ന് പറഞ്ഞാൽ 100% ആണ്. കാരണം 30 out of 30 എന്ന് പറഞ്ഞാലും 40 out of 40 എന്ന് പറഞ്ഞാലും 5 out of 5 എന്ന് പറഞ്ഞാലും ഒക്കെ 1 ആണല്ലേ? ഇതിൻ്റെ എല്ലാം ഫൈനൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1 ആണ്. അതായത് ഫുൾ മാർക്ക് വാങ്ങി അല്ലേ? 30-ൽ 30 മാർക്ക് വാങ്ങി. ദാറ്റ് ഈസ് 100%. സോ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 100% ആണ്. ഈ 1ന്റെ പകുതി എടുക്കുവാന്ന് വെച്ചോ, 1/2 എടുക്കുവാന്ന് വെച്ചോ, അതെന്ന് പറഞ്ഞാൽ 50% ആണ്. ഈ 1ന്റെ പകുതി എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്താ വരുന്നത്? 50% ആണ്. അതുപോലെ 1/3 എന്ന് പറഞ്ഞാൽ 33 1/3% അല്ലെങ്കിൽ 33.33%. 1/3 എന്ന് പറഞ്ഞാൽ 33 1/3% അല്ലെങ്കിൽ 33.33%. ഇനി 1/2ന്റെ പകുതി, 1/2ന്റെ പകുതി എന്ന് പറയുമ്പോൾ 1/4 ആണ്. 1/4 അപ്പോൾ എന്ത് വരും? 50ന്റെ പകുതി എത്രയാ? 25. സോ ആൻസർ 25%. സോ 1/4 എന്ന് പറഞ്ഞാൽ 1/2ന്റെ ഹാഫ് ആണ് 25%. ഇനി 1/5 ചെയ്യുവാന്ന് വെച്ചാൽ 1/5 into 100 എത്ര വരും? 20 വരും. സോ അതും ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. 1/5 എന്ന് പറഞ്ഞാൽ 20% ആണ്. 1/5 എന്ന് പറഞ്ഞാൽ 20% ആണ്. ഇനി നമുക്ക് 1/3യുടെ പകുതി എടുക്കാം. 1/3യുടെ പകുതിയാണല്ലോ 1/6. 1/6 എന്ന് പറഞ്ഞാൽ 1/3യുടെ പകുതി. അപ്പോൾ 33 1/3യുടെ പകുതി 16 2/3 അല്ലെങ്കിൽ 16.66% എന്ന് വരും. 1/6 എന്ന് പറഞ്ഞാൽ 16 2/3% അല്ലെങ്കിൽ 16.66% എന്ന് വരും. അപ്പോൾ ഇത്രയാണ് 1/6 വരെയുള്ള കാര്യം. ഇനി നമുക്ക് 1/7 പഠിക്കാം. 1/7 എന്ന് പറഞ്ഞാൽ 14.28% ആണ്. 14.28% അല്ലെങ്കിൽ 14 2/7% എന്ന് പറയും. 14 2/7%. 1/8 എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും പകുതിയാണോ? എന്തിന്റെ പകുതിയാണ് 1/8? 1/4ന്റെ പകുതിയാണ് 1/8. 1/4ന്റെ പകുതിയാണ് 1/8. 1/4 എന്തായിരുന്നു? 25% ആയിരുന്നു. അപ്പോൾ 1/8 എന്ത് വരും? 25ന്റെ പകുതി 12.5. 25ന്റെ പകുതി 12.5 12.5% അല്ലെങ്കിൽ 1/2% എന്ന് വരും. സോ 1/8 എന്ന് പറയുന്നത് 25ന്റെ ഹാഫ് വരും. 12.5% അല്ലെങ്കിൽ 1/2%. സോ ഇത് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. 1 എന്ന് പറഞ്ഞാൽ 100%, 1/2 50%, 1/3 33 1/3% അല്ലെങ്കിൽ 33.33%, 1/4 എന്ന് പറഞ്ഞാൽ 25%, 1/5 20%, 1/6 16.66 16 2/3% അല്ലെങ്കിൽ 16.66%, 1/7 എന്ന് പറഞ്ഞാൽ 14.28% അല്ലെങ്കിൽ 14 2/7%, 1/8 എന്ന് പറഞ്ഞാൽ 12.5% അല്ലെങ്കിൽ 12 1/2%. ഇനി 1/9 എന്ന് പറഞ്ഞാൽ 11 1/9% ആണ്. അതുപോലെ തന്നെ 1/11 എന്ന് പറഞ്ഞാൽ 9 1/11% ആണ്. 1/9 എന്ന് പറഞ്ഞാൽ 11 1/9% ആണ്. 1/11 എന്ന് പറഞ്ഞാൽ 9 1/11% ആണ്. സോ 1/10 എന്ത് വരും? 1/10 എന്ന് പറഞ്ഞാൽ
10% ആണ്. 1/10 എന്ന് പറയുന്നത് 10% ആണ്. സോ 11 1/9%. ഇത് രണ്ടും പഠിക്കാൻ ഭയങ്കര എളുപ്പമുണ്ട്. 1/9 എന്ന് പറഞ്ഞാൽ 11 1/9%. 1/11 എന്ന് പറഞ്ഞാൽ തിരിച്ച് 9 1/11%. സോ ഇതിനെ 11.11% എന്നും പറയും. ഇവിടെ 9.09% എന്നും പറയും. കാരണം ഇതിൻ്റെയൊക്കെ 2/11 3/11 ഒക്കെ ചെയ്യാനായിട്ട് നമുക്കിത് വേണം. സോ ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ 1/7 എന്ന് പറഞ്ഞാൽ 14.28% ആണ്. 1/8 ഇതൊക്കെ അറിയാവുന്നവർ ഇതൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് ഡയറക്റ്റ് അങ്ങ് പോവുക കേട്ടോ. 1/8 എന്ന് പറഞ്ഞാൽ 12.5% ആണ്. 1/9 എന്ന് പറഞ്ഞാൽ 11 1/9% ആണ്. 1/10 എന്ന് പറഞ്ഞാൽ 10% ആണ്. 1/11 എന്ന് പറഞ്ഞാൽ 9 1/11% ആണ്. ഇനി 1/12 എന്ന് പറയുമ്പോൾ എന്തിൻ്റെ പകുതിയാണ്? 12. 1/6ന്റെ പകുതിയാണ് 1/12 അല്ലേ? 16.66ന്റെ പകുതി. ഇതിൻ്റെ പകുതി എടുക്കണം. സോ 16 2/3യുടെ പകുതി എന്ന് പറയുമ്പോൾ 8 1/3% അല്ലെങ്കിൽ 8.33%. 16ന്റെ പകുതി 8, 0.66ന്റെ പകുതി 0.33. 1/12 എന്ന് പറഞ്ഞാൽ 8.33%. 1/12 വരെ ഒന്ന് പഠിച്ചിട്ട് നമുക്ക് ബാക്കി നമ്മൾ നേരത്തെ ആ ബോക്സ് ഉണ്ടല്ലോ അതൊന്നുകൂടെ നോക്കാം. 1/2 ഓർമ്മയുണ്ടല്ലോ 50% ആണ്. 1/3 നിങ്ങൾക്ക് അറിയാം 33 1/3 അല്ലെങ്കിൽ 33.33% ആണ്. 1/4 1/5 1/6 1/7 1/8 എല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ. 1/9 കണ്ടോ? 11 1/9%. 1/11 എന്ന് പറയുമ്പോൾ 9 1/11%. 1/12 പറഞ്ഞു 8 1/3%. അതുപോലെ തന്നെ 1/20 എന്ന് പറഞ്ഞാൽ 5% ആണ്. 1/25 എന്ന് പറഞ്ഞാൽ 4% ആണ്. 1/40 എന്ന് പറഞ്ഞാൽ 2.5 അല്ലെങ്കിൽ 1/2% ആണ്. 1/2% എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം 2 എന്ന് പറഞ്ഞാൽ 5ന്റെ പകുതിയാണ്. 5% എന്ന് വെച്ചാൽ 1/20 ആണ്. അപ്പോൾ അതിൻ്റെ പകുതിയായി 2.5% എന്ന് പറഞ്ഞാൽ 1/40 ആണ്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റണം. പെർസെൻറ്റേജിനെ കണക്ട് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇതുപോലെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെയൊക്കെ ഡബിള് ട്രിപ്പിളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടെ നോക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ 1/4. 1/4 എന്ന് പറഞ്ഞാൽ 25% ആണ്. ഓക്കെ അല്ലേ? 1/4 എന്ന് പറഞ്ഞാൽ 25% ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡബിളായ 2/4 എന്ത് വരും? 1/4ന്റെ ഡബിൾ ആണെങ്കിൽ 25ന്റെയും ഡബിൾ വരും, 50% എന്ന് വരും. ശരി, ഇനി 1/4ന്റെ 3 ടൈംസ് ആണെങ്കിലോ? 1/4ന്റെ 3 ടൈംസ് എന്ന് പറയുമ്പോൾ 3/4. 3/4 എന്ത് വരും? 75% എന്ന് വരും. 3/4 എന്ത് വരും? 75% എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ 1/4 അറിയാമെങ്കിൽ 2/4 3/4 ഒക്കെ കണ്ടുപിടിക്കാൻ ഈസി ആയിട്ട് പറ്റും. ഇനി വേറെ ഒരെണ്ണം നോക്കാം. 1/5ന്റെ വെച്ച് നോക്കാം. 1/5 എന്ന് പറയുന്നത് 20% ആണ്. 1/5 എന്ന് പറയുന്നത് 20% ആണ്. അപ്പൊ 2/5 എന്ത് വരും? 40% വരും. 3/5 എന്ത് വരും? 1/5 into 3 ആണ്. സോ 60%. 4/5 എന്ത് വരും? 20% into 4 ആണ്. അപ്പൊ 80%. ക്ലിയർ ആണോ? 1/5 20% ആണ്. 2/5 40%. 3/5 60%. 4/5 എന്ന് പറയുന്നത് 80%. ഇതുപോലെ 1/7 പറയാവോ? 1/7 എത്ര? 14 2/7%. അപ്പൊ 2/7 എത്ര? അപ്പൊ അത് പഠിക്കാൻ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. 1/7ന്റെ അതിന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ പഠിക്കാനായിട്ട് 14 എഴുതുക, 28 എഴുതുക, 57 എഴുതുക, 14. അതിന്റെ ഡബിൾ ആയി 28. അതിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 56 ആണ്. നിങ്ങളൊരു 57 ഒരു അപ്രോക്സിമേറ്റ്ലി 57 എഴുതിക്കോ. 14 28 57. അങ്ങനെയാണെങ്കിൽ 1/7 എന്ന് പറയുന്നത് 14.28% ആയിരിക്കും. 1/7 എന്ന് പറയുന്നത് 14.28% ആയിരിക്കും. ഇനി 2/7 എന്ന് പറയുമ്പോൾ 1ൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, അടുത്ത 2ൽ സ്റ്റാർട്ട് ചെയ്ത് എഴുതുക. 28.57%. 28.57%. 3/7 എഴുതുക. 3/7 1 എഴുതി 2 എഴുതി. ഇനി 3 അല്ല 4 അല്ലേ ഉള്ളൂ. അപ്പോൾ 4 സ്റ്റാർട്ട് ചെയ്ത് എഴുതുക. 42.85%. 42.85%.
ഇനി 4/7 എഴുതാൻ എന്താ ചെയ്യേണ്ടത്? 4 വരെ നമ്മൾ എഴുതി കഴിഞ്ഞല്ലോ. അപ്പോൾ 57.14%. 57.14%. ഈ 5/7 നമ്മൾ 5 വരെ എഴുതി കഴിഞ്ഞു. 6 ദെൻ 7 ആണല്ലേ, 71.42%. അതുപോലെ 6/7 ആവുമ്പോഴോ, 6/7 ആവണോ, 85.71%. 85.71%. ഇങ്ങനെ നിങ്ങൾക്ക് ഓർത്തിരിക്കാം, അല്ലാണ്ട് ഇത് കാണാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, ഇതുപോലെ പഠിക്കാം. 1/7 എന്ന് പറഞ്ഞാൽ 14.28% ആണെങ്കിൽ എങ്ങനെയാണ് നമ്മളിത് ഓർത്തിരിക്കേണ്ടത്? ഈ നമ്പേഴ്സ് ഓർത്തിരുന്നാൽ മതി. 14287. 1/7 എന്ന് പറഞ്ഞാൽ 14.28. 2/7 എന്ന് പറഞ്ഞാൽ 28.57. 3/7 ആകുമ്പോൾ 42.85. 4/7 ആകുമ്പോൾ 57.14. മനസ്സിലായോ? 5/7 ആകുമ്പോഴത്തേക്കും 71.42 എന്ന് വരും. 6/7 ആകുമ്പോൾ 85.71 എന്ന് വരും. മനസ്സിലായോ? അപ്പം അങ്ങനെ 1/7 എഴുതാം. അതുപോലെ 1/11 ഒന്ന് പറഞ്ഞേ. 1/11 എന്താണ്? 2/11 എന്താണ്? 3/11 എന്താണ്? 4/11 എന്താണ്? 1/11 എന്ന് പറഞ്ഞാൽ 9.09%. അപ്പോൾ 2/11 എന്ന് പറയുമ്പോൾ 18.18%. 3/11 എന്ന് പറയുമ്പോൾ 27.27% അല്ലേ? 1/11 9.09 ആണെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടും. ഇത് കണ്ടുപിടിക്കാൻ 4 കൊണ്ട് 9നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 9 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36. അപ്പോൾ 36.36 എന്ന് എഴുതാം. 5/11 എന്ന് പറയുമ്പോൾ 5 കൊണ്ട് 9നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 5/11 ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വരേണ്ടത് 9 ആണ്. സോ 9 × 5 45. 45.45 എന്ന് വരും. ഇനി ഇതുപോലെ നമുക്ക് എന്ത് പറയാം? 1/9 കൂടെ പറയാം. 1/9 എന്ന് പറഞ്ഞാൽ എന്താണ്? 11.11%. അപ്പോൾ 2/9 എന്ത് വരും? 22.22% എന്ന് വരും. 3/9 എന്ത് വരും? 33.33% എന്ന് വരും. അപ്പോൾ അതുപോലെ നമുക്ക് എത്ര? 7/9 ആണ് 77.77. അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു മോഡലിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇൻ ആൻ എക്സാമിനേഷൻ 25% ഓഫ് സ്റ്റുഡൻസ് ഫെയിൽഡ് ഔട്ട് എന്നറിയാം. 25% എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അപ്പൊ 4/1 സ്റ്റുഡൻസ് ഫെയിലായി എന്നാണ് അർത്ഥം. ടോട്ടൽ 4 സ്റ്റുഡൻസിൽ ഫെയിലായവരുടെ എണ്ണമാണ് 1. 25% ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആണ് ഡിനോമിനേറ്ററിൽ വരുന്നത്. അതിനകത്തുനിന്ന് ഒരാൾ ഫെയിലായി, ബാക്കി 4ൽ 3 പേരപ്പം എന്തായി കാണും? പാസ്സായി കാണും. അതായത് ഫെയിലായവരും പാസ്സായവരും ടോട്ടലും ഏത് റേഷ്യോയിൽ വരും? ഒരാൾ ഫെയിലായിട്ടുണ്ടെങ്കിൽ 3 പേര് പാസ്സായിട്ടുണ്ട്. അങ്ങനെ മൊത്തം 4 പേരുണ്ട്. മനസ്സിലായോ? അതിൽ 4 എന്ന് പറയുന്നത് 400 ആണ്. സോ പാസ്സായവരുടെ എണ്ണം 300 വരും, ഫെയിലായവരുടെ എണ്ണം 100 വരും. അപ്പം റേഷ്യോസ് വെച്ചിട്ട് നമുക്ക് അപ്പം അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. റേഷ്യോസിനെയും കൂടെ യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അതാണ് ആ ഒരു പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ബാക്കി ക്വസ്റ്റ്യൻസ് ഇതുപോലെ ചെയ്ത് നോക്കാം. 115% ഓഫ് 350. 115% ഓഫ് 350. ഇതൊരു സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യനാണ്. 350ൻ്റെ 115% എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 115%, അപ്പം 100% എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ വരും? ഫുള്ള് വരും അല്ലേ? 350ൻ്റെ 100% എന്ന് പറഞ്ഞാൽ 350 തന്നെയാണ്. ഇനി 10% എന്ന് പറഞ്ഞാൽ അപ്പം എന്ത് വരും? 100% 350 ആണെങ്കിൽ ഒരു 0 കട്ടായിട്ടിരിക്കുമല്ലേ 10 എന്ന് പറയുമ്പോൾ. അപ്പോൾ 35 വരും. മനസ്സിലായോ? 100% 350 ആണ്. 10% എന്ന് പറയുമ്പോൾ 35 ആണ്. ഇനി 5% എന്ന് പറഞ്ഞാൽ അപ്പം എന്ത് വരും? 10ൻ്റെ പകുതി അല്ല 5. അപ്പം 35ൻ്റെ പകുതി 17.5. സോ 115% എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടും. സോ 5, 7, 5, 12, 1 ശിഷ്ടം, 5, 1, 6, 4, 10, 1, 3, 1, 4, 402
2.5. അല്ലാതെ നമ്മൾ 115/100 ഇൻറ്റു 350 ചെയ്താലും കിട്ടും. പക്ഷെ അത്രയും സമയം എടുക്കില്ലല്ലോ. ഇത് കുറച്ചുകൂടെ എളുപ്പമല്ലേ. ഇത് ഇങ്ങനെ ചെയ്ത 0 കട്ട് ചെയ്യും. 5 കൊണ്ട് കട്ട് ചെയ്താൽ 2, ഇവിടെ 7. 115 ഇൻറ്റു 7/2 ചെയ്യണം. 115 ഇൻറ്റു 7 എത്ര വരും? 35, 3, 10, 8, 805. 805ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 402.5. മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റേ മെത്തേഡ് കുറച്ചും കൂടെ ഈസി മെത്തേഡാണ്. ഒന്നുകൂടെ പറയാം. 100% അറിയാമെങ്കിൽ 115% എന്ന് പറഞ്ഞാൽ 100%, 10%, 5% കൂടെ കൂട്ടുന്നതാണ് 115% എന്ന് പറയുന്നത്. അപ്പം 100% 350 ആണെങ്കിൽ 10% എന്ന് പറയുന്നത് 35 5% എന്ന് പറയുന്നത് 17.5 ആണ്. സോ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 402.5% കിട്ടും. സോറി, 402.5 എന്ന് കിട്ടും. അപ്പോൾ 115% കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ 100ഉം 10ഉം 5ഉം കണ്ടുപിടിച്ചാൽ മതി. 105% കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ 100ഉം 10% കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പകുതി എടുത്താൽ 5% കിട്ടും. അതും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമാവും. ഈ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നോക്കാം. 115% കണ്ടുപിടിക്കാനുള്ള വേറൊരു ക്വസ്റ്റ്യൻ. 115% ഓഫ് 450. അപ്പോൾ എന്ത് വരും? 450 പ്ലസ് 45 പ്ലസ് 45ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 22.5. അപ്പോൾ എത്ര വരും? 5ഉം 2.5ഉം കൂടെ 7.5. ഇത് 517.5 എന്ന് വരും. 517.5. അപ്പോൾ 450ഉം 45ഉം 45ൻ്റെ പകുതിയായി 22.5 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 115% കിട്ടും. ഇനി ഇത് തന്നെ 215% ആയിരുന്നെങ്കിലോ? അത് നോക്കാവേ. 215% ആയിരുന്നു കണ്ടുപിടിക്കേണ്ടെങ്കിൽ എങ്ങനെ വരും? 215% ഓഫ് 350 എന്ത് വരും? 100% എന്ന് പറഞ്ഞാൽ 350 ആണ്. 200% എന്ന് പറഞ്ഞാൽ 350യുടെ ഡബിളാണ്, 700 വരും. ഇനി 10% എന്ന് പറഞ്ഞാൽ 35 വരും. 5% എന്ന് പറഞ്ഞാൽ 17.5 വരും. സോ ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടും 752.5 752.5 എന്ന് വരും. ഇത്രയും സെക്ഷൻസ് ആണ് നമ്മൾക്ക് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് അപ്രോച്ച് ചെയ്യേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. (14.28% ഓഫ് 49). 14.28%. നമുക്കറിയാം 14.28% എന്ന് പറഞ്ഞാൽ 1/7 ആണ്. സോ 1/7 ഓഫ് 49 ആണ് കണ്ടുപിടിക്കേണ്ട ആൻസർ 7. അപ്പോൾ 14.28% എന്ന് പറഞ്ഞാൽ 1/7 ആണ്. 28.57% എന്ന് പറഞ്ഞാൽ 2/7 ആണ്. 42.85% എന്ന് പറഞ്ഞാൽ 3/7 ആണ്. 57.14% എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അങ്ങനെ പോകും. 4/7 ആണ്. അങ്ങനെ ആ ഒരു ഓർഡറിൽ പോകും. 1/7ൻ്റെ സീരീസ് അതുപോലെ പഠിച്ചു വെക്കാം. 14, 28, 57 ഇത് വെച്ചിട്ട് നമുക്ക് 14.28, 28.57, 42.85, 57.14 ഇങ്ങനെ നമുക്ക് ആ സീരീസ് മൊത്തം പഠിക്കാൻ പറ്റും. 18.18% ഓഫ് 121. അടുത്തത് 18.18% എന്ന് പറഞ്ഞാൽ എന്താ? 9.09ൻ്റെ ഡബിൾ. 9.09 എന്ന് പറഞ്ഞാൽ 1/11. അപ്പോൾ ഇത് 2/11. സോ 27.27 എന്ന് പറഞ്ഞാൽ 3/11. 9ൻ്റെ മൾട്ടിപ്പിൾ. ഇത് 9 into 2 ആണ്. സോ 2/11. 27.27% എന്ന് പറഞ്ഞാൽ 9 into 3 ആയതുകൊണ്ട് 27 3/11 എന്ന് വരും. 9ൻ്റെ മൾട്ടിപ്പിൾ വന്നാൽ 11 ഡിനോമിനേറ്ററി വരണം. മനസ്സിലായോ? സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 2/11 ഓഫ് 121. സോ 11 into 11 ആണ് 121. സോ ആൻസർ 22 എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് ആ പെർസെൻറ്റേജ് വാല്യൂസ് അറിയാമെങ്കിൽ സിംപ്ലിഫിക്കേഷൻ അത്രയ്ക്കും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 22.22%. 22.22% എന്ന് പറഞ്ഞാൽ 11ന്റെ മൾട്ടിപ്പിളാണ്. 2 into 11. അപ്പോൾ 11ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് 2/9 എന്നാണ്. 9ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ by 11 ഫോർമുല ആയിരിക്കും. 11ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ by 9 ഫോർമുല ആയിരിക്കും. 22.22 എന്ന് പറഞ്ഞാൽ 2 into 11 ആണ്. സോ 2/9 എഴുതണം. 18.18 എന്ന് പറഞ്ഞാൽ 2/9 ആണ്. സോ 2/11 എഴുതണം. 2 into 9 ആണ്. സോ 2/11 എഴുതണം. അപ്പം അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഇവിടെ 11ന്റെ മൾട്ടിപ്പിൾ ആണ് 22.22. അതുകൊണ്ട് 2/9 എഴുതുക. ഓഫ് 81 എന്ന് പറയുമ്പോൾ 9ഉം 9ഉം 9 into 2 18 എന്ന് വരും. ആൻസർ 18 കിട്ടും, 18 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A is what percentage of B? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് A is what percentage of B? ബിയുടെ എത്രയാണെന്ന് what percentage of B? ബിയെ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ ചോദിച്ചാൽ A is what percentage of B എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിയിൽ എ എത്രയാണെന്നാണ് ചോദ്യം. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ബി. ബിയെ വെച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ബി ഡിനോമിനേറ്ററി വരണം. ബിയെ വെച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ബി ഡിനോമിനേറ്ററി വരണം. സോ എ ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ A/B into 100 ആണ് കണ്ടുപിടിക്കേണ്ടത്. A/B into 100 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി തിരിച്ച് ബി ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എയുടെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ B/A into 100 ചെയ്യണം. ബി ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് എ എന്ന് ചോദിക്കുകയാണെങ്കിൽ B/A into 100 ചെയ്യണം. അതുപോലെ എ ഈസ് വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ ബി എന്നാണെങ്കിൽ എ ഈസ് വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ ബി എന്നാണെങ്കിൽ ബി മൈനസ് എ കണ്ടുപിടിക്കണം. എ ഈസ് വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ ബി. ബിയെ വെച്ചിട്ട് കമ്പയർ ചെയ്യേണ്ടത്. ഡിനോമിനേറ്റർ ബി എഴുതണം, എന്നിട്ട് ആ ഡിഫറൻസ് മുകളിൽ എഴുതണം ഇൻറ്റു 100. ഇനി എ ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് മോർ ദാൻ ബി. മോർ ദാൻ ബി, ബിയെ കാട്ടിലും എത്ര പെർസെൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ബി ഡിനോമിനേറ്ററിൽ ഇട്ട് ചെയ്തെങ്കിൽ ഇതേ ചോദ്യം നമുക്ക് ബി ഈസ് വാട്ട് പെർസെൻറ്റേജ് ലെസ് ദാൻ എ ആ ഒരു രീതിയിലാണ് ചോദിക്കുന്നതെങ്കിൽ ബി എത്ര പെർസെൻറ്റേജ്, ബി ഈസ് വാട്ട് പെർസെൻറ്റേജ് ലെസ് ദാൻ എ, എയേക്കാൾ എത്ര കുറവാണ്, എയേക്കാൾ എത്ര എന്ന് ചോദിക്കുമ്പോൾ എ ഡിനോമിനേറ്ററിൽ ഇട്ടിട്ട് ആ ഡിഫറൻസ് ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. സോ അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. കാരണം ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ മോഡൽ ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ഈ ഒരു പാറ്റേൺ നമുക്ക് എന്തായാലും ആവശ്യമായിട്ട് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. When 8% of 630 is added to 12% of 315, the sum is. When 8% of 630 is added to 12% of 315. അപ്പോൾ 8% എന്ന് പറയുമ്പോൾ 8/100 of 630 is added to 12% എന്ന് പറയുമ്പോൾ 12/100 of 315. എന്തുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചെയ്യാന്ന് പറഞ്ഞത്? കാൽക്കുലേഷൻ ചെയ്യാതെ കുറച്ച് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 630ഉം 315 തമ്മിൽ ഒരു ബന്ധമില്ലേ? 315ന്റെ ഡബിൾ ആണ് 630 അല്ലേ? 315ന്റെ ഡബിൾ ആണ് 630. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 8/100 അതിനകത്തുനിന്ന് നമുക്ക് കോമൺ എടുത്ത് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് വേണമെങ്കിൽ 630/100 നിങ്ങൾക്ക് കോമൺ എടുത്ത് ചെയ്യാൻ പറ്റും. 630/100 എടുക്കുമ്പോൾ ഇവിടെ 8 ഉണ്ട് ബാലൻസ്, പ്ലസ് 315ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 630. ബാക്കി 6 അല്ലേ ഉള്ളത്, 6 into 2 അല്ലേ 12. അപ്പോൾ 2 into 315 630, ഈ 100ഉം കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി 6. ഇത്രയും നമുക്ക് സ്റ്റെപ്പ് കുറയ്ക്കാനായിട്ട് പറ്റും. സോ 630/100 into 14 എന്ന് വരും. 630/100 into 14 എന്ന് വരും. സോ ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സോ നമുക്ക് 0 ക്യാൻസലായി 63 into 14 ചെയ്താൽ മതി. 252 63 എന്ന് വരും. 882. അപ്പോൾ 882 ഡിവൈഡഡ് ബൈ 10 വരും. ദാറ്റ് ഈസ് 88.2. അതായത് നമുക്കിത് മൈൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം 630 ആണ് ഇവിടെ. 12% of 315 നമുക്ക് 6% of 630 എന്ന് എഴുതാം. അപ്പോൾ 8%, 6% കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 14%. അപ്പോൾ 14% of 630 അങ്ങ് ആൻസർ ചെയ്താൽ മതി. 630യുടെ 14% അങ്ങ് കണ്ടുപിടിച്ചാൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
20% of 25% of 20s. Options under option A 1/2, option B 3/4, option C 1, option D 1/3. കുറച്ച് സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ചെയ്യുന്നത്. 25% ഓഫ് 20. 25% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 ആണ്. 1/4 ഓഫ് 20 എന്ന് പറയുമ്പോൾ എത്ര വരും? 1/4 ഓഫ് 20 എന്ന് പറയുമ്പോൾ എത്ര വരും? 5 വരും അല്ലേ? സോ 20% ഓഫ് 5 ആണ് കണ്ടുപിടിക്കേണ്ടത്. 20% എന്ന് പറഞ്ഞാൽ 1/5. 1/5 ഓഫ് 5 എന്ന് പറയുമ്പോൾ 1 കിട്ടും. ഒറ്റ സ്റ്റെപ്പിൽ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യുവാണെങ്കിൽ 20% എന്ന് പറഞ്ഞാൽ 20% ഓഫ് 25% ഓഫ് 20 എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. 20% 1/5 ആണ്, ഇൻറ്റു 1/4 ഇൻറ്റു 20 ആണ്. 5 × 4 20 താഴെയുണ്ട്, മുകളിലുണ്ട്. സോ ആൻസർ ഈസ് 1. ഓപ്ഷൻ സി 1. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സിംപ്ലിഫിക്കേഷൻ ഇങ്ങനെ ഈസി ആക്കി ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് x% ഓഫ് 50 ഈസ് 200, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. x% ഓഫ് 50 എന്ന് പറയുന്നത് 200 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. x% എന്ന് പറഞ്ഞാൽ x/100 ഇൻറ്റു 50 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 200 ആണ്. സോ 50 100 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 വരും. സോ എക്സ് ഇസ് ഈക്വൽ ടു, ഈ 2 ഇപ്പുറം കൊണ്ടുവരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 400. 400% ഓഫ്, അതായത് 400 ഇൻറ്റു 50 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 200 കിട്ടുന്നത്. കാരണം ഒരു ബൈ 100 കൂടെ ഉണ്ടല്ലോ. സോ ആൻസർ ഈസ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഓപ്ഷൻ സി 400. ഓക്കെ, അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതെല്ലാം. 1/4 ഓഫ് 2/5 ഓഫ് 30% ഓഫ് എ നമ്പർ ഈസ് 15. വാട്ട് ഈസ് 20% ഓഫ് ദാറ്റ് നമ്പർ? 1/4 ഓഫ് 2/5 ഓഫ് 30% ഓഫ് എ നമ്പർ ഈസ് 15. വാട്ട് ഈസ് 20% ഓഫ് ദാറ്റ് നമ്പർ? അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 1/4 ഓഫ് 2/5 ഓഫ് 30% എന്ന് പറഞ്ഞാൽ 30/100 ഓഫ് എ നമ്പർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 15. 1/4 ഓഫ് 2/5 ഓഫ് 30/100 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 15. വാട്ട് ഈസ് 20% ഓഫ് ദാറ്റ് നമ്പർ? നമുക്ക് ആദ്യം എക്സ് കണ്ടുപിടിച്ചിട്ട് 20% ഓഫ് എക്സ് കണ്ടുപിടിക്കാം. 20% ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x/5. x/5 കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസർ ആയി. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് അല്ല, x/5 ആണ്. ഓക്കെ, ആ നമ്പറിന്റെ 20% ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതറിയാമെങ്കിൽ x/5 അങ്ങ് കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം കട്ട് ചെയ്ത് പോവാവേ. x/5 ഇവിടെ നിർത്തുന്നത്. അവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു 5 ഉണ്ട്. ആ എക്സും 5ഉം അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാം നമുക്ക് അങ്ങ് അപ്പുറം കൊണ്ടുപോകാം അല്ലേ. 15 അവിടെ കിടപ്പുണ്ട്. 100/30 എന്ന് വരും. 2/4 എന്ന് പറയുന്നത് 4/2 എന്ന് വരും. സോ കട്ട് ചെയ്യുമ്പോൾ 15 2s are 30. 2 into 2 4 ആണ്. 4 കട്ട് ചെയ്യുമ്പോൾ 100 വരും. സോ എക്സ് ഇസ് ഈക്വൽ ടു 5 into 100 ആണ്, 500 ആണ്. ഓ വേണ്ടല്ലോ, നമുക്ക് 500 വരെ വേണ്ടല്ലോ, x/5 അല്ലേ. അപ്പോൾ ഇപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ x/5 വരെ മതി, ദറ്റ് ഇസ് 100 ആണ്. സോ ഓപ്ഷൻ ഡി 100 ആണ് നമ്മുടെ ആൻസർ. കാരണം x/5 മതി കേട്ടോ, 20% ഓഫ് എക്സ് മതി. എക്സ് കണ്ടുപിടിച്ചിട്ട് 20% കണ്ടുപിടിക്കുന്ന ആൻസർ ആണ് ചോദിച്ചേക്കുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The difference between 20% of a number and 4/5 of the same number is 1500. What is 2/5 of that number? Options: 1000, 1100, 1200, 1500. The difference between 20% of a number and 4/5 of the same number is 1500. 4/5 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ പെർസെൻറ്റേജ് എന്താണ്? 4/5 എന്ന് പറയുന്നത് 80% ആണ്. കാരണം 1/5 എന്ന് പറയുന്നത് 20% ആണ്. അതിൻ്റെ 4 ടൈംസ് പറയുമ്പോഴത്തേക്കും 80%. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു നമ്പറിൻ്റെ 20%-ൻ്റെയും 80%-ൻ്റെയും ഡിഫറൻസ് തന്നിട്ടുണ്ടെങ്കിൽ 2/5 40% ആണ് കണ്ടുപിടിക്കേണ്ടത്. 40% കണ്ടുപിടിക്കേണ്ടത്. എന്ത് തന്നിട്ടുണ്ട്? അതിൻ്റെ 80%-ൻ്റെയും 20%-ൻ്റെയും ഡിഫറൻസ്, അതായത് 60% തന്നിട്ടുണ്ട്. അപ്പോൾ 60% 1500. 60% 1500 എന്ന് തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ട എന്താണ്? 40%. ചോദ്യം അങ്ങനെ മാറ്റാൻ മനസ്സിലാവുന്നുണ്ടോ?
ചോദ്യം അങ്ങനെ മാറ്റിയത് മനസ്സിലാവുന്നുണ്ടോ? ഒരു വട്ടം അവിടെ പറഞ്ഞുതരാം. 20% എന്ന് പറഞ്ഞാൽ അത് അതുപോലെ തന്നിട്ടുണ്ട്. 4/5 എന്ന് പറഞ്ഞാൽ 80% ആണ്. 2/5 എന്ന് പറഞ്ഞാൽ 40% ആണ്. ഇനി ചോദ്യം ഇങ്ങനെ വേണം വായിക്കാനായിട്ട്. The difference between 20% of a number and 80% of the same number, that is 60%. ഡിഫറൻസ് 60% ആണ്. അതാണ് 1500 എന്ന് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് 40% ഓഫ് ദാറ്റ് നമ്പർ? 40% ഓഫ് ദാറ്റ് നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 60% 1500 ആണ്. 40% എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ക്രോസ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ മാർക്ക് ഈസ് ഈക്വൽ ടു 1500 into 40 divided by 60. 0 0 ക്യാൻസൽ ചെയ്യും. 6-നകത്ത് 3 ഉണ്ട്, 2 ഉണ്ട്. ഒരു 2 ഇവിടെ കട്ട് ചെയ്താൽ 2, 3 ഇവിടെ കട്ട് ചെയ്താൽ 500 വരും. സോ 500 into 2, ഓപ്ഷൻ എ 1000 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. മനസ്സിലായോ? അപ്പം കുറച്ച് വേഗത്തിലാണ് പറഞ്ഞു പോകുന്നത്. കാരണം ഒരു വീഡിയോയിൽ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് എല്ലാ ടൈപ്പും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൗസ് ചെയ്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാതുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. സോ അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If 200% of a number is 140, then 60% of that number. എടാ 200% 140. 200% 140. 60% എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ ചെയ്ത പോലെ ക്രോസ് ചെയ്താൽ മതി. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? 140 into 60/200 എന്ന് വരും അല്ലേ? സോ 2 0 കട്ട് ചെയ്തു. 7 into 2 14, 42. സോ ദ നമ്പർ ഈസ്, ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഓപ്ഷൻ സി 42. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പെർസെൻറ്റേജിന്റെ ഒരു വാല്യൂ തന്നു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയിൻ റൂൾ അപ്ലൈ ചെയ്ത്, റേഷ്യോ മെത്തേഡിൽ നമ്മൾ ചെയ്യത്തില്ലേ ചെയിൻ റൂൾ, ആ സെയിം ചെയിൻ റൂൾ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. 200% ഓഫ് എ നമ്പർ 140 ആണെങ്കിൽ 60% ഓഫ് ദ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. Okay. 33 1/3% of 33 is equal to 50% of another number. Find that number. 33 1/3% of 33 is equal to, എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? 33 1/3% of 33 is equal to 50% of ഏതോ ഒരു നമ്പർ. ലെറ്റ് ഇറ്റ് ബി എക്സ്. ആ അനദർ നമ്പറിന് ഞാൻ എക്സ് എന്ന് കൊടുത്തു. ഫൈൻഡ് ദാറ്റ് നമ്പർ. ആ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കാം. പെർസെൻറ്റേജ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പാടാം. ഫ്രാക്ഷൻ ആക്കി കഴിഞ്ഞാൽ എളുപ്പമാണ് ചെയ്യാൻ. 33 1/3% എന്ന് പറഞ്ഞാൽ 1/3 ആണ്. ഓഫ് മാറ്റി കൊടുക്കേണ്ടത് ഇൻറ്റു ആണ്. 1/3 into 33, 1/3 into 33 is equal to 50% എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ അവിടെ ചോദ്യമില്ല എങ്ങനെ വന്നു 1/2 എന്ന് ചോദിക്കില്ല. അത് ആദ്യം നമ്മൾ പറഞ്ഞതാണ്. ഇൻറ്റു എക്സ് ചെയ്താൽ മതി. സോ 3യും 33യും കൂടെ കട്ട് ചെയ്യുമ്പോൾ 11 വരും. സോ എക്സ് ഇസ് ഈക്വൽ ടു 2 into 11, 22. എക്സ് ഇസ് ഈക്വൽ ടു 22 എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If Ravi's salary is 50% that of Gopal's, then how much percentage is? അടുത്ത ഒരു ടൈപ്പാണ് കേട്ടോ. നമുക്ക് ഇനി ഓരോരോ ടൈപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ടൈപ്പ് 1. Okay, if Ravi's salary is 50% that of Gopal's, then how much percentage is Gopal's salary that of Ravi's എന്നാണ് ചോദ്യം. അപ്പോൾ രവിയുടെ സാലറി എന്ന് പറയുന്നത് ഗോപാലിന്റെ സാലറിയുടെ 50%ആണ്. അപ്പോൾ രവിയുണ്ട് ഗോപാലും ഉണ്ട്. രവിയുടെ സാലറി എന്ന് പറഞ്ഞാൽ പകുതിയേ ഉള്ളൂ. ആരുടെ പകുതി? ഗോപാലിന്റെ പകുതി സാലറി ഉള്ളൂ. ഗോപാലിന് 2 ഉണ്ടെങ്കിൽ രവിക്ക് 1 ഉള്ളൂ. അതല്ലേ അതിന്റെ അർത്ഥം? ഗോപാലിന് 2 രൂപ ഉണ്ടെങ്കിൽ ഇതിന്റെ പകുതിയേ ഉള്ളൂ രവിക്ക്. അപ്പൊ അതാണ് റേഷ്യോ. 50% എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഗോപാലിന്റെ സാലറിയുടെ പകുതിയേ ഉള്ളൂ, 50% ഉള്ളൂ. അപ്പൊ ഗോപാലിന്റെ സാലറി 2 ആണെങ്കിൽ രവിക്ക് 1 ഉള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ അല്ലേ? ദെൻ ഹൗ മച്ച് പെർസെൻറ്റേജ് ഇസ് ഗോപാൽ സാലറി ദാറ്റ് ഓഫ് രവി? അങ്ങനെയാണെങ്കിൽ രവിയുടെ സാലറിയുടെ കാലം എത്ര, ഗോപാലിന്റെ സാലറിയുടെ എത്ര പെർസെൻറ്റേജ് ആണ് രവിയുടെ സാലറി? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടാണോ ചോദിക്കുന്നത് അത് ഡിനോമിനേറ്റർ എഴുതണം. ഗോപാലിന്റെ സാലറി രവിയുടെ സാലറിയുടെ എത്രയാണെന്നാണ് ചോദിച്ചത്. ദാറ്റ് ഓഫ് രവീസ്, രവിയുടെ വെച്ചിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ രവിയുടെ സാലറി വേണം താഴെ എഴുതാൻ.
ഗോപാലിൻ്റെ സാലറി മുകളിൽ എഴുതണം. സോ ഇൻറ്റു 100 ചെയ്യണം. സോ അപ്പോൾ എത്ര കിട്ടും? 200%. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് 50% ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് 200% ആണ്. ഇവിടുന്ന് ഇങ്ങോട്ട് 50% ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് 200% ആണ്. ഗോപാലിൻ്റെ സാലറിയുടെ പകുതി ആണെങ്കിൽ രവിയുടെ സാലറിയുടെ 200% ആണ്. ഇരട്ടിയാണ് എന്തെന്ന് പറയുന്നത്. 200% എന്ന് പറഞ്ഞാൽ ഡബിൾ എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ആരുടെ സാലറി? ഗോപാലിൻ്റെ സാലറി. അപ്പോൾ അതൊന്നുകൂടെ ക്ലിയർ ആക്കുക. ഈ ടൈപ്പ് പ്രോബ്ലംസ് വന്നാൽ ഇരുന്ന് ആലോചിച്ച് സമയം കളയാനൊന്നും നിൽക്കരുത്. ഇങ്ങനെ എഴുതുക. ആദ്യം രവിയുണ്ട്, ഗോപാലുണ്ട്. 50% ദാറ്റ് ഓഫ് ഗോപാൽ. ഗോപാലിനെ വെച്ചിട്ടാണ് പറയുന്നത്. ഗോപാലിൻ്റെ സാലറിയുടെ പകുതി. ഗോപാലിൻ്റെ സാലറി 2 ആണെങ്കിൽ രവിയുടെ സാലറി 1. അപ്പോൾ ഇത് 2 ആണെങ്കിൽ ഇത് 1. ഇനി തിരിച്ചു പറയുകയാണെങ്കിൽ രവിയുടേതിൻ്റെതിനകത്ത് എത്രയാണ് ഗോപാലിൻ്റെത്, അങ്ങനെയാണ് ചോദ്യം. അപ്പോൾ രവിക്ക് 1 ആണെങ്കിൽ ഗോപാലിന് 2. ദാറ്റ് ഈസ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ 200%. സോ ഇവിടുന്ന് ഇങ്ങോട്ട് 50% ആണെങ്കിൽ 2ൽ 1 എന്ന് പറയുന്നത് 50% ആണെങ്കിൽ 1ൽ 2 എന്ന് പറയുന്നത് 200%. ഒരു ക്വസ്റ്റനോട് നമുക്ക് ആ ടൈപ്പ് നോക്കാം. ഇവിടെ ഇത്ര കൂടുതലാണ്, ഇത്ര കുറവാണ്, ആ ടൈപ്പാണ് വന്നേക്കുന്നത്. If Ravi's salary is 50% more than that of Gopal's, then how much percentage is Gopal's salary is less than that of Ravi? അപ്പോൾ രവിയുടെ സാലറി എന്ന് പറയുന്നത് ഗോപാലിന്റെ സാലറിയേക്കാൾ 50% കൂടുതലാണെങ്കിൽ ഗോപാലിന്റെ സാലറി എന്ന് പറയുന്നത് രവിയുടെ സാലറിയേക്കാൾ എത്ര കുറവാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് വീണ്ടും രവിയും ഗോപാലും ആണ് മുന്നിലുള്ളത്. രവിയുടെ സാലറി എന്ന് പറയുന്നത് ഗോപാലിന്റെ സാലറിയേക്കാൾ 50% കൂടുതലാണ്. 50% കൂടുതൽ എന്ന് പറഞ്ഞാൽ 2ന് 1 കൂടുതലാണ്. അപ്പൊ ഇത് ഗോപാലിന്റെ സാലറിയാണ്. ഇതാണ് കൂടുതലുള്ള ഡേറ്റ. അപ്പോൾ ഗോപാലിന്റെ സാലറി 2 ആണെങ്കിൽ എത്ര കൂടുതലാണ്? 1 കൂടുതൽ എന്ന് പറയുമ്പോൾ 3 ആണ് രവിയുടെ സാലറി. 2ന് 1 കൂടുതൽ, 2 ആണെങ്കിൽ 3 ആയി സാലറി. മനസ്സിലായോ? 2ന് 1 കൂടുതൽ, 50% മോർ എന്ന് പറഞ്ഞാൽ 2ന് 1 കൂടുതൽ. 2 സാലറി ഉണ്ടെങ്കിൽ മറ്റേയാൾക്ക് 3 സാലറി. അപ്പൊ തിരിച്ചു പറയുമ്പോൾ എങ്ങനെയാണ്? 3ൽ 1 കുറവാ അല്ലെ? തിരിച്ച് ഇങ്ങോട്ട് രവിയുടെ സാലറിയേക്കാൾ 1 കുറവാണ് ഗോപാലിന്റെ സാലറി. ദാറ്റ് ഈസ് 33 1/3%. തിരിച്ചു പറയുകയാണെങ്കിൽ 33 1/3%. അപ്പോൾ ഒരാളുടേത് 2ൽ 1 കൂടുതലാണ്, മറ്റേയാളുടേത് 3ൽ 1 കുറവാണ്. ഒരാളുടേത് 2ൽ 1 കൂടുതലാണെങ്കിൽ മറ്റേയാളുടേത് 3ൽ 1 കുറവാണ്. അപ്പോൾ 3ൽ 1 ആണ് ഇവിടുത്തെ ആൻസർ. സെയിം ടൈപ്പ് നമുക്ക് ഒരു ക്വസ്റ്റനോടെ നോക്കാം. സെയിം ടൈപ്പിൽ ഒരു ടൈപ്പ് നോക്കാം. അടുത്ത ടൈപ്പ് 2 നോക്കാവേ. ടൈപ്പ് 2 ആണിത്. If the numerator of the fraction is increased by 500% and the denominator is increased by 300%, the resultant fraction is 2/4/7. What was the original fraction? Original fraction എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ന്യൂമറേറ്റർ ഓഫ് ദ ഫ്രാക്ഷൻ ഇൻക്രീസ്ഡ് ബൈ 500% എന്നാ പറയുന്നത് അല്ലേ? ന്യൂമറേറ്ററും ഉണ്ട്, ഡിനോമിനേറ്ററും ഉണ്ട്. ഒരു ഫ്രാക്ഷൻ ആകുമ്പം ന്യൂമറേറ്ററും കാണും, ഡിനോമിനേറ്ററും കാണും. If the numerator of the fraction is increased by 500%, 500% കൂടി എന്ന് പറഞ്ഞാൽ 600 മടങ്ങായെന്ന, 600 ടൈംസ് ആയെന്ന. 500% കൂടി എന്ന് പറഞ്ഞാൽ 600 ടൈംസ് ആയെന്ന. ആൻഡ് ദ ഡിനോമിനേറ്റർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 300%. ഡിനോമിനേറ്റർ 300% കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 400 ടൈംസ് ആയെന്ന. സോ 500 കൂടി എന്ന് പറഞ്ഞാൽ 600 എന്ന് എഴുതണം. 300 കൂടി എന്ന് പറഞ്ഞാൽ 400 എന്ന് എഴുതണം. 700 കൂടി എന്ന് പറഞ്ഞാൽ 800 എന്ന് എഴുതണം. കാരണം പെർസെൻറ്റേജ് കൂടുന്നത് 100ന്റെ കൂടെയാണ് കൂടുന്നത്. 500% കൂടി എന്ന് പറഞ്ഞാൽ 600 ആയി എന്നാണ് അർത്ഥം. 600 ടൈംസ് ആയി എന്നാണ് ആ ഒരു മീനിങ്. സോ ന്യൂമറേറ്റർ 600 ടൈംസ് ആയപ്പോൾ ഡിനോമിനേറ്റർ 400 ടൈം ആയി. അങ്ങനെ സംഭവിച്ചപ്പോൾ ഫ്രാക്ഷൻ 2/4/7 ആയി. 2/4/7 എന്ന് പറയുമ്പം എന്താണ് വരുന്നത്? 7 × 2 14 + 4 18/7. 18/7. സോ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ആ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്താണെന്ന് കണ്ടുപിടിച്ചാൽ ഫ്രാക്ഷൻ ആയല്ലോ. സോ 2 0 ഇവിടെ കട്ട് ചെയ്തു, 2 0 ഇവിടെ കട്ട് ചെയ്തു. 6 3 മടങ്ങുണ്ട് ഇവിടെ. സോ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഈ 4 അങ്ങോട്ട് കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്യണം, 12. സോ 12/7 കിട്ടും. സോ നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്
12/7 ആണ്. ഓക്കെ ആണേ. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ ആ ഒരു മോഡൽ നമുക്ക് നോക്കാം. ചെയ്ത് നോക്കിയതൊന്ന് ആ സെയിം പാറ്റേൺ ഒരു ക്വസ്റ്റ്യൻ ആണ്. If the numerator of the fraction is increased by 250% and the denominator is increased by 300%. നമ്മുടെ റെയിൽവേ പോലുള്ള എക്സാമുകൾക്ക് ഒരുവിധം ചോദിക്കുന്ന ഒരു ടൈപ്പാണ് ഇത്. If the numerator of the fraction is increased by 250% and the denominator is increased by 300%, the resultant fraction is 7/9. What was the original fraction? Original fraction എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട്. ന്യൂമറേറ്റർ ഓഫ് ദ ഫ്രാക്ഷൻ ഇൻക്രീസ്ഡ് ബൈ 250% എന്ന് പറയുമ്പോൾ 350 ടൈംസ് ആയി. ഡിനോമിനേറ്റർ ഇൻക്രീസ്ഡ് ബൈ 300% എന്ന് പറയുമ്പോൾ 400 ടൈംസ് ആയി. ആൻഡ് ദ റിസൾട്ടൻറ്റ് ഫ്രാക്ഷൻ ഈസ് 7/9. സോ 0 0 ക്യാൻസൽ ചെയ്തു, 7 കട്ട് ചെയ്തു, ഇവിടെ 5 വരും. സോ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എത്ര വരും? ഈ 5ഉം ഇവിടെ 40 കൂടെ കട്ട് ചെയ്ത് 8. സോ 8 × 8/9 വരും അല്ലേ? 8/9 വരും. ഓക്കെ, 350യും ആ ഒരു 7 കൂടെ കട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. ബേസിക് കാൽക്കുലേഷൻ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിട്ട് വേണം ഈ പെർസെൻറ്റേജ്, റേഷ്യോ അങ്ങനെയുള്ള ചാപ്റ്ററുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. കുറച്ച് കട്ട് ചെയ്യാനും ലെഫ്റ്റ് റൈറ്റിലോട്ടൊക്കെ മാറ്റാനും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഫാസ്റ്റ് ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, if two numbers are respectively 20% and 50% of a third number, what is the percentage of first number to the second? രണ്ട് നമ്പേഴ്സ് 20%ഉം 50%ഉം ആണ് ഒരു തേർഡ് നമ്പറിൻ്റെ. അങ്ങനെയാണെങ്കിൽ what is the percentage of first number to the second എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് നമ്പർ ടു ദ സെക്കൻഡ്. അപ്പം two numbers are respectively 20% and 50% of a third number. അപ്പോൾ തേർഡ് നമ്പർ 100 എന്ന് ആലോചിച്ചാൽ പോരെ. തേർഡ് നമ്പർ 100 ആണ്. തേർഡ് നമ്പർ 100 ആണ്. അപ്പോൾ 20% എന്ന് പറയുമ്പോൾ എത്ര വരും? 100ൻ്റെ 20% എന്ന് പറഞ്ഞാൽ 20 ആണ്. 50% എന്ന് പറയുമ്പോൾ എത്ര വരും? 100ൻ്റെ 50% എന്ന് പറഞ്ഞാൽ 50 ആണ്. അപ്പോൾ ഫസ്റ്റ് നമ്പർ ടു ദ സെക്കൻഡ് എന്ന് പറയുമ്പോൾ 20 ടു ദ സെക്കൻഡ് 20/50. സോ 20/50 എന്ന് പറഞ്ഞാൽ 2/5 ആണ്. 2/5 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജാ? 1/5 എന്ന് പറഞ്ഞാൽ 20%. അപ്പോൾ 2/5 എന്ന് പറഞ്ഞാൽ 40% ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു സെക്ഷൻ ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നിർത്താണ്. കാര്യം വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുതലായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എൻഡ് വരെ കാണാൻ തോന്നില്ല. നിങ്ങൾക്കൊരു ബ്രേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ബ്രേക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. ബാക്കി ഈ ഒരു പ്രോബ്ലം തൊട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പം ബേസിക് ആയിട്ടുള്ള സെക്ഷൻ വേണ്ടുള്ളവർക്ക് ഈ ഒരു ക്ലാസ്, ഇനി അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് അടുത്തൊരു ക്ലാസ് നിങ്ങൾക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഏത് ലെവലുള്ളവർക്കും ഫോളോ ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ സെക്ഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. പെർസെൻറ്റേജിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻസും ഇതുപോലെ സെക്ഷൻസ് ആയിട്ട് എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, താങ്ക് യു.